ഇണയുടെ അടുത്ത് കഴിയുന്നതും ഇണക്കൊപ്പം കഴിയുന്നതും വലിയ വ്യത്യാസമുണ്ട്. ഒരുമിച്ചുള്ള തീറ്റയും കുടിയും അതിന് ചെലവഴിക്കലും കൊണ്ട് സാധ്യമാകുന്നതാണ് ഇണയുടെ അടുത്ത് ജീവിക്കൽ. എന്നാൽ ഇണക്കൊപ്പം ജീവിക്കൽ ചിന്തകളടക്കം ജീവിതം പരസ്പരം പങ്കുവെച്ച് ഒരുമിച്ച് കഴിയലാണ്. സന്തോഷവും ദുഃഖവും അപ്പോൾ പങ്കുവെക്കും. പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ പങ്കാളിയാവും. ഭാരം വഹിക്കുന്നതിൽ പങ്കുവഹിക്കും. ഇണയിൽ നിന്നും സ്നേഹവും പങ്കാളിത്തവും ലഭിക്കുന്ന പുരുഷനെ സന്തോഷിക്കാൻ അത് തന്നെ മതി. അവൻ്റെ ദുഃഖങ്ങളെയും വേദനകളെയും അത് മറപ്പിക്കും. നീ എപ്പോഴും ഭർത്താവിനോടൊപ്പമായിരിക്കണം, അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. ഒരേ സമയം നീ അവന് കൂട്ടുകാരിയും ഇണയും കാമുകിയുമാവണം. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്നതിൽ നീ ബുദ്ധിമതിയാവണം. ഇണ സ്നേഹത്തോടെ തൻ്റെ ഒപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന പുരുഷനെ അവളോട് ഒരിക്കലും വെറുപ്പോ അനിഷ്ടമോ ഉണ്ടാവില്ല. ഒരിക്കൽ ഒരാൾ ഒരു ജ്ഞാനിയോട് ചോദിച്ചു, എൻ്റെ ഇണ എന്നോടൊപ്പമാണ് ജീവിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാം? ജ്ഞാനി പറഞ്ഞു, അവൾ നിന്നോടൊപ്പമാണ് ജീവിക്കുന്നതെന്ന് 10 കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. എന്നിട്ട് 8 കാര്യങ്ങൾ എന്നെ പറഞ്ഞു. നിനക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും നിനക്കിഷ്ടമില്ലാത്തതിൽ നിന്ന് വിട്ടുനിൽക്കാനും അവൾ താല്പര്യം കാണിക്കും. നീ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചാലും അവൾ ദേഷ്യപ്പെടുകയില്ല. നിന്റെ അസാന്നിധ്യത്തിൽ അവൾ അസ്വസ്ഥപ്പെടുകയും നീ മടങ്ങിയെത്തിയാൽ സന്തോഷിക്കുകയും ചെയ്യും. നീ ദുഃഖിച്ചാൽ അത് അവളെ സ്വാധീനിക്കും. നീ ദേഷ്യപ്പെട്ടാൽ നിന്റെ ദേഷ്യം അവളെ ദുഃഖിപ്പിക്കുകയും ചെയ്യും. നീ നൽകുന്ന സമ്മാനം എത്ര നിസ്സാരമാണെങ്കിലും അവളെ സന്തോഷിപ്പിക്കും. നിന്റെ ചിന്തയിലും പ്രവർത്തനങ്ങളിലും അവൾ പങ്കാളിയാവുകയും നിന്റെ പ്രവർത്തന വിജയങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യും. എന്തെങ്കിലും തീരുമാനമെടുക്കുകയാണെങ്കിൽ നിന്നോട് കൂടി ആലോചിക്കും. നിന്നോട് സംസാരിക്കാൻ വിഷയമൊന്നുമില്ലെങ്കിലും സംസാരിക്കാൻ വിഷയമുണ്ടാക്കിയെടുക്കാൻ അവൾ ശ്രമിക്കും. ഇനി നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കുക, നിങ്ങൾ ഇണയുടെ അടുത്താണോ ജീവിക്കുന്നത്, അതല്ല ഇണക്കൊപ്പമാണോ ജീവിക്കുന്നത് എന്ന്. സന്തോഷത്തോടെ ഇണക്കൊപ്പം ജീവിക്കുന്നത് വിജയിയായിട്ടുള്ള ഭാര്യയുടെ വിശേഷണമാണ്. ഭർത്താവിൻ്റെ അടുത്ത് കഴിയുന്ന ഭാര്യ ഒരു താഴ്വരയിലും അയാൾ മറ്റൊരു താഴ്വരയിലുമായിരിക്കും. ഇണയോടുള്ള പെരുമാറ്റം നീ നന്നാക്കിയാൽ ഇഹത്തിലും പരത്തിലും നിനക്ക് തീർച്ചയായും സന്തോഷിക്കാം.